കോൺഗ്രസ് തകർന്നു എന്ന് ആഹ്ലാദിച്ചുകൊണ്ട് CPIM-ഉം BJP-യും സംയുക്തമായി ആനന്ദ നൃത്തമാടുകയാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPIM-ന്റെ തുടർഭരണം സ്വപ്നം കാണുന്നത് പിണറായി മാത്രമല്ല, കേരളത്തിലെ പ്രമുഖരായ BJP നേതാക്കളും കേന്ദ്ര നേതാക്കളും കൂടിയാണ്. ഒരു വട്ടം കൂടി കോൺഗ്രസ് പ്രതിപക്ഷത്തായാൽ മാത്രമേ തങ്ങൾക്ക് വീണ്ടും വളരാൻ കഴിയുകയുള്ളൂ എന്നാണ് BJP കൃത്യമായി ധരിച്ചു വെച്ചിരിക്കുന്നത്. ഏതായാലും CPIM-ന് അധികാരം വീണ്ടും നൽകാൻ വോട്ട് വരെ മറിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് രാജീവ് ചന്ദ്രശേഖരനും ടീമും. പക്ഷേ എന്ത് ചെയ്യാൻ, വളരെയധികം പ്രശ്നങ്ങൾ ഇപ്പോൾ മുന്നണിയിൽ ഉരുൾപൊട്ടൽ പോലെ വന്നിരിക്കുകയാണ്. CPI ബാന്ധവം എല്ലാ രീതിയിലും പൊളിയുമ്പോൾ CPIM പറയുന്നത് തുമ്മിയാൽ തെറിക്കുന്ന മൂക്കാണെങ്കിൽ അങ്ങ് തെറിക്കട്ടെ എന്നാണ്. അതായത് ധാർഷ്ട്യവും ധിക്കാരവും CPIM നേതാക്കൾ വെച്ച് പുലർത്താൻ തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ അല്ല. അവർക്കെതിരെ ഏതെങ്കിലും രീതിയിൽ CPI ആകട്ടെ മറ്റ് സഖ്യകക്ഷികളാകട്ടെ അവരുടെ സംഘടനകൾ CPIM-നെതിരെ ശക്തമായി അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാൽ അത് ജനാധിപത്യ മര്യാദയുടെ പേരിലല്ല അതിനെ എതിർക്കാൻ ശ്രമിക്കുന്നത്, അതല്ലെങ്കിൽ ആ കാര്യങ്ങളെ നേരിടാൻ ശ്രമിക്കുന്ന, മറിച്ച് എങ്ങനെയാണോ TP ചന്ദ്രശേഖരനെ പോലുള്ള യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പിന്തുടരുന്ന വ്യക്തികളെ വകവരുത്തിയത്, അതേ ശൈലിയാണ് CPIM ഓരോ പഞ്ചായത്തിലും എടുത്തിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമായി തുറന്ന് പറയുകയാണ് CPI-യുടെ ജില്ലാ കമ്മിറ്റികൾ ഓരോന്നും. കോട്ടയം, തൃശ്ശൂർ, ഇടുക്കി ജില്ലാ കമ്മിറ്റികളെല്ലാം വളരെ അസ്വസ്ഥമായി ഇത്തരത്തിലുള്ള പ്രമേയങ്ങൾ അവതരിപ്പിച്ചു കൊണ്ടേ ഇരിക്കുന്നു. നമുക്കറിയാം, പീരുമേട്ടിൽ വാഴൂർ സോമന്റെ മരണത്തിന് ശേഷം ആ മണ്ഡലം നോട്ടമിട്ടിരിക്കുന്ന കേരള കോൺഗ്രസ് M ആണ്. കേരള കോൺഗ്രസ് M-ന് കൂടുതൽ ആധിപത്യം നേടിയെടുക്കാൻ അവർക്ക് മന്ത്രിസ്ഥാനം ഒന്നുകൂടി വേണമെന്നായിരുന്നു അവരുടെ ശാഠ്യം. CPI-ക്ക് 3 കൊടുത്തിട്ട് കേരള കോൺഗ്രസ് M-ന് 2 കൊടുക്കാനായിരുന്നു തുടക്കത്തിൽ പിണറായി വിജയന്റെ പ്ലാൻ. അതായത് 2021 നിയമസഭാ ഇലക്ഷൻ വന്ന ഉടനെ പിണറായിയുടെ പ്ലാൻ. പക്ഷേ അന്ന് കൃത്യമായി മുതിർന്ന നേതാക്കൾ കർക്കശ്യത്തോടെ നിലപാട് കടുപ്പിച്ചതാണ്. ഒടുവിൽ CPI-ക്ക് 4 വകുപ്പും കൊടുക്കേണ്ടി വന്നു. അപ്പോൾ പോലും പ്രധാനപ്പെട്ട ഒരു വകുപ്പ് അവർക്ക് നഷ്ടമായി. അതായത് ഹൗസിംഗ് ആൻഡ് ഫോറസ്റ്റ്, അതായത് വനവകുപ്പും ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട CPI-ക്ക് സ്ഥിരമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന പോർട്ട്ഫോളിയോ അവർക്ക് എന്നേക്കുമായി നഷ്ടമായി. ഇത്തരത്തിൽ അവരുടെ അവകാശങ്ങളെ ഹനിക്കുന്ന, അവരുടെ ആധിപത്യത്തെ തകർക്കുന്ന, അവരുടെ പാർലമെന്റ് സീറ്റുകളിൽ അള്ളുവെക്കുന്ന പ്രവണത ഇങ്ങനെ പകൽ വെളിച്ചത്തിൽ നോക്കി നിന്നുകൊണ്ട് അവരെ നോക്കി ഇളിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് മുതിർന്ന നേതാക്കൾ തുറന്നടിച്ചിരിക്കുന്നത്.